ക്ലാസ് എടുക്കുമ്പം മിക്ക കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചറെ ഈ നമ്മൾ നനയുക എന്നൊക്കെ എഴുതുന്ന സമയത്ത് ഇതൊരു പ്രൊനൗൺസിയേഷനും ഇത് വേറൊരു പ്രൊനൗൺസിയേഷനുമാണല്ലോ വരുന്നതെന്ന്. അപ്പം അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ന എന്ന് പറയുന്ന അക്ഷരം ത വർഗത്തിലെ അനുനാസിക അക്ഷരമാണ്. അതിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ന എന്നാണ്. അപ്പം ന എന്നാണ് ഉച്ചരിക്കേണ്ടത്. നഖം, നിറം എന്നൊക്കെയാണ് ശരിക്കും നമ്മൾ പറയേണ്ടത്. പക്ഷേ നനയുക, പനി എന്നൊക്കെ വരുമ്പോഴാണെങ്കിലോ ഈ രണ്ടാമത്തെ അക്ഷരം ഞ എന്നാണ് ഉച്ചരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഒരു പദത്തിൻ്റെ ആദ്യത്തെ അക്ഷരമായിട്ട് വരികയാണെങ്കിൽ ന എന്നും രണ്ടാമത്തെ അക്ഷരമായിട്ട് വരികയാണെങ്കിൽ ഞ എന്നും വേണം ഉച്ചരിക്കാൻ. പക്ഷെ ചെറിയൊരു വ്യത്യാസം വരുന്നത് ഞായുടെ കൂടെ യകാരം വരുന്നുണ്ടെങ്കിൽ, അതായത് യാ ചിഹ്നം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് തന്നെ പറയണം? ഞ, ന്യൂനം, ന്യായം എന്ന് തന്നെ വേണം നമ്മൾ ഉച്ചരിക്കാൻ. അപ്പം നമ്മുടെ CC+ൻ്റെ കളരി ബാച്ചിൽ ഓൺലൈൻ മലയാളം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് ഭാഷയുടെ ബേസ് മുതലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ CC+ൻ്റെ കളരി ബാച്ചിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.